നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് നടക്കുകയില്ല, അല്ലെങ്കിൽ എനിക്കത് കഴിയുകയില്ല എന്ന് കരുതുന്ന ഒരു കാര്യങ്ങൾ ഉണ്ടോ? അതിനുള്ള ശക്തമായ ദൈവത്തിൻ്റെ മറുപടിയാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. വിശുദ്ധ ബൈബിളിൻ്റെ പശ്ചാത്തലം പറയുകയാണെങ്കിൽ ഈ വാക്യം ദൂതൻ വിശുദ്ധ അമ്മയോട് പറഞ്ഞത് എന്തിനാണ്? കന്യകയായിരിക്കെ ഗർഭം ധരിക്കുന്നത് മനുഷ്യൻ്റെ ചിന്തകൾ വെച്ചും പഠനങ്ങൾ വെച്ചും പൂർണ്ണമായി അസാധ്യമായ ഒരു പ്രവൃത്തിയാണ്. എന്നിട്ടും ദൂതൻ മാതാവിനൊരു തെളിവെന്ന രൂപേണ മാതാവിൻ്റെ ബന്ധുവായ എലിസബത്ത് വാർദ്ധക്യത്തിലും ഗർഭിണിയാണ്. ഈ രണ്ട് കാര്യങ്ങളും മനുഷ്യൻ്റെ ബുദ്ധിയിൽ അസാധ്യങ്ങളോ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളുമാണ്. ഇപ്പോൾ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്നതായ ബുദ്ധിമുട്ടുകളുള്ള സാഹചര്യത്തെ ഓർക്കാൻ അതിനെ ദൈവത്തിന് സമർപ്പിക്കാം. ഒരു പക്ഷേ അത് ഒരു രോഗാവസ്ഥയാവാം, സാമ്പത്തിക പ്രതിസന്ധിയാകാം, ജോലിയില്ലാത്ത അവസ്ഥകളാവാം. അങ്ങനെ ഈ നമ്മളായിരിക്കുന്ന അവസ്ഥയെ, നമ്മുടെ ബലഹീനമായ എല്ലാ അവസ്ഥയും ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ ദൈവത്തിന് നമ്മുടെ ഓരോ പരിമിതികളെയും കുറിച്ച് നന്നായി അറിയാം. അവിടുത്തെ ശക്തിക്ക് പരിമിതികളില്ല എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ഈശോ ഒരു വാക്ക് സംസാരിച്ചാൽ അത് നിവർത്തിക്കുവാൻ അവന് കഴിയും. അവിടുത്തെ വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. സംശയങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കുന്നത് നിർത്താം. കൂടുതൽ ശക്തി മനസ്സിനും ശരീരത്തിനും പകരുവാനായി ഈ വാക്യം ലൂക്കാ 1:37 ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന വചനം ആവർത്തിച്ച് പറയുകയും ചെയ്യാം. കൂടുതൽ സമയം നമുക്ക് ദൈവത്തിന് നൽകി ഈ വചനം മാംസം ധരിച്ച് നമുക്കൊരു സാക്ഷ്യം കിട്ടുന്നതിനായി നമുക്ക് ഒരുങ്ങാം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം.